ഓ വെറുതെ ആ രമനെ വീട്ടിൽ പോയി അവളെ ഭയന്ന് ചീത്തയിക്കാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അവളെ വീട്ടിൽ പോയാവോ? ഇപ്പം ജോലിക്ക് പോകാനുള്ള സമയം പോയി. ഇനിയിപ്പോൾ ആ മാനേജർ ഉറപ്പായി എന്നെ എന്താണ് ചീത്ത പറയുക. എന്തിനാണോ അപ്പോൾ ഞാൻ അവളെ വീട്ടിൽ കയറിയ അതിന് സപ്പോർട്ട് ചെയ്യാൻ അവളൊരു മോളും. ഇനി ഒരിക്കലും അവളെ വീട്ടിൽ പോലെ. ഇനിയിപ്പോൾ അവൾ എൻ്റെ വീട്ടിൽ വരട്ടെ, ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവളെൻ്റെ വീട്ടിലും പിരിയുണ്ടാവില്ല. വന്നാൽ തന്നെ ഇനിങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ഞാൻ എന്തിനാ അപ്പോൾ ചോദിക്കാൻ പോയാവോ? അതാ ബസ് വന്നല്ലോ, ഞാൻ പോട്ടെ. ഓ ഇത് ഭയങ്കര ലേറ്റാകുന്ന ബസ്സാണ്. മറ്റേ ബസ് പോയി. ആ ഗീത വന്നിട്ടല്ലോ. രമേശി, നീ ഇവിടെ ജോലി എടുത്തോ? ഞാനിവിടെയൊക്കെ ജോലി എടുത്ത്. ഇനിയിപ്പോൾ അവളെ വായിലോ ഫുള്ളും കേൾക്കണ്ടിരിക്കും. പിന്നെ അവൻ ജോലി ചെയ്യും, എത്ര ഉള്ളു. ഇനി അവളോടൊന്നും മിണ്ടാൻ നിൽക്കണ്ട. എന്തേ വിചാരിക്കട്ടെ. അമ്മേ പ്ലീസ് അമ്മ, ഞാൻ കുറച്ച് വെള്ളത്തിൽ അറിയോട്ടെ. ഇപ്പൊ നല്ല പനിയൊക്കെ വരുന്ന സമയം കേട്ടോ. എടി രമി, ഇന്ന് ഞാൻ ആ ഗീതനെ കണ്ടിനു. അത് ഞാനിന്നൊരു ജോലിക്ക് പോയിട്ടില്ലേ, അവിടുന്ന് കണ്ടതാ. അപ്പൊ അച്ഛനോട് എന്താ ചോദിച്ചേ? എന്നോടൊന്നും ചോദിച്ചില്ലേ, എന്നോട് ആകെ ചോദിച്ച് നീ ജോലിക്കാണ്. പിന്നെ ഞാൻ വലുതാ മിണ്ടാനൊന്നും പോയിക്കില്ല. പിന്നെ അവളെ പൊങ്ങച്ച് ഫുള്ളും കേൾക്കണ്ട വിചാരിച്ചാ. അമ്മ ആദ്യം പറയാൻ പഠിക്കമ്മേ. നമുക്ക് വീട്ടിലേക്ക് പോവാ. കൊറേ നേരമല്ലേ ഇവിടുത്തെ നിൽക്കുന്നേ. ഇവിടെ എത്തിയപ്പോ സമാധാനായത്. അത് ശരിയാ. അമ്മ എന്താടി കൊച്ചി, നന്നായിട്ട് ഞാന് പോകുമ്പോ പണി ചെയ്ത് വെച്ച്. ഇനി നമുക്ക് എല്ലാവർക്കും കുറച്ച് TV കാണാം. ഇനി രാത്രി എപ്പായാലും കുഴപ്പമില്ല. എനിക്ക് നാളെ സ്കൂളൊന്നുമില്ലല്ലോടി. ഇല്ല, നാളെ സ്കൂളില്ല. നാളെ എനിക്ക് ജോലിയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും നാളെ എന്തായാലും വീട്ടിൽ തന്നെ നമ്മളെല്ലാരും ഉണ്ടാവും. അത് ശരിയാ. ഇനിയിപ്പോ നാളെ പുറത്ത് പോകേണ്ടി വരൂല. അതെന്താ? അതെ ഞാൻ പറഞ്ഞ ഇന്ന് ബീച്ചിൽ പോയില്ല, അതുകൊണ്ടാണ് പോവാത്തത്. ആണോ അമ്മേ? അതെ. അധികം നേരം TV കണ്ടിക്കണ്ട കേട്ടോ. ഒരു 12 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങണം. ശരി അമ്മേ.